ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. സ്വന്തം അച്ഛൻ മകളെ കൊന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊന്നും ഇപ്പൊ ഇല്ല. കാരണം നമ്മൾ സമൂഹത്തിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പുതുമയൊന്നും ഇല്ല എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെങ്കിൽ ഈ പെൺകുട്ടിയെ എന്തിനു കൊന്നു, അതുപോലെ എങ്ങനെ കൊന്നു എന്നുള്ള രണ്ട് ചോദ്യം, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എങ്ങനെ കൊന്നു എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ മകളുടെ കഴുത്തിലേക്ക് ഒരു കയറിട്ട് കുരുക്കുകയും അങ്ങനെ കൊല്ലുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവിടെ തീർന്നില്ല. അതിനുശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള മരത്തിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവിടെയും നിർത്തിയില്ല ആ അച്ഛൻ. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ഇറക്കിയതിനു ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആ കുട്ടിയെ. ഇനി എന്തിനു വേണ്ടി കൊന്നു, ഇത്രയും ബ്രൂട്ടലായിട്ട് എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളൊരു കാര്യം. ഈ കൊല്ലാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ജാതി എന്ന് പറയുന്നത് എല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ ജാതി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും ജാതി ഇവിടെ ഉണ്ട്. അതായത് ഇന്ത്യയിലെ ജാതിയുടെ പേരിലുള്ള ഇഷ്യൂസസ് ഇപ്പോഴും കറന്റ് ഉണ്ട് എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പെൺകുട്ടിക്കൊരു പ്രേമമുണ്ടായിരുന്നു, അത് അന്യ ജാതിയിലുള്ള വ്യക്തിയുമായിട്ടായിരുന്നു. എന്നാൽ ഇതിനെ ഈ അച്ഛൻ വിസമ്മതിക്കുകയും അതിനുശേഷം അച്ഛനും മകളും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ അമ്പലത്തിലാണെന്ന് പറഞ്ഞ് പോയി. അവിടെ വെച്ചിട്ടാണ് ഈ കൃത്യം ഈ ഒരു അച്ഛൻ ചെയ്യുന്നത്. അതിനുശേഷം മടങ്ങി വരുന്നത് ഈ ആള് മാത്രമാണ്. മടങ്ങി വന്നേരം ഭാര്യ ചോദിച്ചു മോൾ എവിടെ എന്നുള്ളൊരു കാര്യം. അപ്പൊ പറഞ്ഞു ഞാൻ കൊന്നു എന്ന്. കൊന്നതിന്റെ കാരണം പറഞ്ഞിട്ടുള്ളത്, ഒന്ന് അന്യജാതിയായിട്ടുള്ള ചെക്കനെ പ്രേമിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി ഇവര് മറ്റേ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ കല്യാണം കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ വേറെയും രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക്, അവരുടെ മാരേജിനും ആ ഒരു കാര്യം പ്രശ്നമുണ്ടാക്കും എന്നൊരു കാര്യം ഓർത്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഭയന്ന ആ അമ്മയും മക്കളും ആ വീട് വിട്ടിട്ട് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധം വരികയും പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡന്റ് നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. പക്ഷേ ഇത് ആന്ധ്രാപ്രദേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ജാതിയുടെ പേരിലും കാസ്റ്റിന്റെ പേരിലും ഒക്കെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ദളിത്സിനെ അറിയാം. ഈ ദളിത്സ് ഇന്ത്യയിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്തിനു പറയുന്നു, അവരെ ആളുകൾ കൊല്ല വരെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കൊന്ന കേസിലൊന്നും പ്രതികൾ ശിക്ഷിക്കപ്പെടാറില്ല. ഒരുപക്ഷെ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടലാണ് കൂടുതൽ കേസസിൽ നടക്കുന്നത്. എന്തിന് ഉത്തർപ്രദേശിൽ കേസസ് വന്നു കഴിഞ്ഞാൽ, ഈ ദളിത്സിനെ കൊന്ന കേസോ അല്ലെങ്കിൽ അവരെ അടിച്ച കേസോ അങ്ങനെ എന്തെങ്കിലും കേസസ് വന്നു കഴിഞ്ഞാൽ പോലീസ് രജിസ്റ്റർ ചെയ്യാൻ വരെ മടിക്കുമെന്നാണ് ന്യൂസസ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുശേഷം അവരെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു കേസ് ഫയൽ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അന്വേഷിക്കും. പക്ഷെങ്കിൽ അതിന് ആളുകളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുട്ട് ന്യായങ്ങൾ പറഞ്ഞിട്ട്, അതായത് എവിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കേസ് ഒക്കെ ക്ലോസ് ചെയ്യാറാണ് ഉത്തർപ്രദേശ് പോലീസ് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ന്യൂസസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യം ഇപ്പൊ റീസെന്റ് തന്നെ എന്തിനു പറഞ്ഞത്, തമിഴ്നാട്ടിൽ ബുള്ളറ്റ് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ദളിത് പയ്യന്റെ കൈ അടിച്ചോടിച്ചു. അവർ പറഞ്ഞിട്ടുള്ളത്, ദളിതായ നിനക്ക് ബുള്ളറ്റ് ഒന്നും ഓടിക്കാനുള്ള അവകാശം ഇല്ല എന്നൊരു കാര്യമാണ്. നീ വേണമെങ്കിൽ സാധാ സ്കൂട്ടർ ഒക്കെ ഓടിച്ചോ, ബുള്ളറ്റ് നമ്മളെ പോലത്തെ ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഓടിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് പറഞ്ഞിട്ടാണ് ആ വ്യക്തിയുടെ കൈ അടിച്ചോടിച്ചിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റിൽ ഒരു കാസ്റ്റ് മെന്റാലിറ്റി ആളുകളിൽ ഉണ്ട് എന്നാണ് ഈ ഒരു കാര്യം തെളിയിക്കുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകപ്പെടും. പക്ഷെങ്കിൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ കുറിച്ച്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അതുകൊണ്ട് വീണ്ടും ആ ക്വാളിറ്റിയെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കാര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് നമ്മളുടെ സൊസൈറ്റിയിലെ ഓരോ വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവരിലൂടെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.